വെളിച്ചം മങ്ങി മലപ്പുറം ജില്ലാ എലൈറ്റ് ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ. കളി കാണാൻ ആളില്ലെന്ന പരാതിക്ക് പുറമെ മോശം അമ്പയറിംഗിനെ ചൊല്ലിയും വിവാദം ഉയരുന്നു. മലപ്പുറത്തെ രുചിഭേദങ്ങളുടെ കൊട്ടാരം ഇപ്പോൾ പുതുമകളോടെ വീണ്ടും. കുസ പാലസ്, റെസ്റ്റോ കഫേ, ജൂബിലി റോഡ്, മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ജില്ലാ എലൈറ്റ് ലീഗ് ഫുട്ബോൾ മത്സരങ്ങളെ കുറിച്ച് വിമർശനങ്ങളേറെ. കഴിഞ്ഞ തവണ ഫ്ലഡ് ലൈറ്റിൽ രാത്രി സമയത്ത് നടത്തിയ ടൂർണമെന്റ് ഇത്തവണ വൈകിട്ട് 4:30 മണിക്കാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കാണികൾ പൊതുവെ കുറവായിരുന്നു എന്ന പരാതി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ആദ്യം ചൂട് കൂടുതലായിരുന്നു എന്നതാണ് പ്രശ്നമെങ്കിൽ പിന്നീട് മഴയും എത്തി. അതിലേറെ നിലവാരം കുറഞ്ഞ ടീമുകളായിരുന്നു അധികവും എന്ന ആക്ഷേപവുമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ റഫറിയിങ്ങിലെ പിഴവ് പതിവായിരുന്നുവെന്നതാണ് സത്യം. പരിചയസമ്പന്നരായ റഫറിമാരുടെ അഭാവം പല കളികളെയും വല്ലാതെ ബാധിച്ചു. കളിക്കാരും റഫറിമാരും തമ്മിൽ എന്നും വഴക്കാണ്. കളിയുടെ നിലവാരത്തെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നു. ഫുട്ബോൾ കളിയുടെ ഒരു അച്ചടക്കവും മര്യാദയും എല്ലാം ലംഘിക്കുന്ന തരത്തിലാണ് പലപ്പോഴും കളിക്കാരുടെ പ്രതികരണങ്ങൾ. കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ നടക്കാറുള്ള ചെറിയ സെവൻസ് ടൂർണമെന്റിൽ എന്ന പോലെ കൂപ്പൺ വിറ്റ് നറുക്കെടുത്ത് ബ്രോസ്റ്റ് കൂപ്പൺ നൽകിയൊക്കെയാണ് ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭരായ 7 ടീമുകൾ മത്സരിക്കുന്ന എലൈറ്റ് ലീഗ് ഫുട്ബോൾ നടന്നു വരുന്നത് എന്നത് ലജ്ജാകരമാണ്. മീഡിയ കവറേജോ സോഷ്യൽ മീഡിയ ഇടപെടലുകളോ തീരെ കുറവാണ്. ഓരോ ദിവസവും ഇവിടെ നടക്കുന്ന കളികൾ ഏതാണെന്ന് പോലും കാണികൾക്ക് മുൻകൂട്ടി അറിയാനാവുന്നില്ല. പുതിയ തലമുറയിലെ കുട്ടികളെ ഗ്രൗണ്ടിൽ കാണാനേയില്ല. ഇംഗ്ലീഷ് ലീഗും പ്രീമിയർ ലീഗും സ്പാനിഷ് ലീഗും എല്ലാം കണ്ടുവളരുന്ന അവർക്ക് ഇത്തരം സ്ലോ പേസ് കളികൾ കാണാൻ എങ്ങനെ താല്പര്യമുണ്ടാകും? സെവൻസ് ഫുട്ബോളിന് ആളുണ്ടാവുമെന്ന ധാരണയും ശരിയല്ല. ഈ വർഷം നടന്ന പല സെവൻസ് ഫുട്ബോൾ മത്സരങ്ങളും ലക്ഷങ്ങളുടെ നഷ്ടമാണ് പല സംഘാടകർക്കും ഉണ്ടാക്കിയത് എന്നതാണ് വസ്തുത. ഗ്രൗണ്ടുകൾ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, നല്ല കളിക്കാരെ വാർത്തെടുക്കാനുള്ളതാണ്. വാടകയും നോക്കി കുത്തിയിരുന്നാൽ ആ നോട്ടം മാത്രം ബാക്കിയാവും. കഴിഞ്ഞ 10-15 വർഷങ്ങളുടെ കണക്കെടുത്താൽ മലപ്പുറത്ത് നിന്നൊരു മികച്ച കളിക്കാരൻ ഉയർന്നു വന്നിട്ടില്ല എന്നത് കോട്ടപ്പടി ഗ്രൗണ്ടും കെട്ടിപ്പിടിച്ചുറങ്ങുന്ന മേലാളന്മാർ തിരിച്ചറിയണം. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.